കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയുടെ രചയിതാവിൽ നിന്നും പുതിയൊരു നോവൽ ആർ രാജശ്രീയുടെ ആത്രേയകം. നമസ്കാരം, ഞാൻ സബിന ശ്രീകേഷ്. ആത്രേയകം എന്ന പുസ്തകത്തിന്റെ ആസ്വാദനമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കൃതികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. ഇതിലെ പ്രാധാന്യം കുറഞ്ഞ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് ആത്രേയകം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ആത്രേയകം വ്യത്യസ്തമാകുന്നതും. ഭരണത്തിന്റെയും യുദ്ധത്തിന്റെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും അന്നും ഇന്നും ഒരു വിലയുമില്ല എന്നാണ് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരി കാണിച്ചു തരുന്നത്. സമകാലീന പ്രശ്നങ്ങളും ഈ പുരാണ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കഥയുടെ ഭാഷ തുടക്കത്തിൽ കട്ടി തോന്നിപ്പിച്ചുവെങ്കിലും പിന്നീട് അത് മയപ്പെട്ടു വന്നിരുന്നു. നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ നമ്മളെ വേട്ടയാടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിമനോഹരമായി എഴുത്തുകാരി ഈ നോവലിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ ഏക മകനാണ് നിരമിത്രൻ. നിരമിത്രന്റെ വിവാഹം ദശാർണ രാജകുമാരിയുമായി തീരുമാനിക്കുന്നു. വിവാഹശേഷം തന്റെ ഭർത്താവ് പുരുഷനല്ല എന്ന് രാജകുമാരി തിരിച്ചറിയുകയും രാജകുമാരി സ്വരാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ദശാർണം അപമാനിക്കപ്പെടുന്നു. ഇതിൽ കുപിതനായ ദ്രുപദൻ തന്റെ രാജ്യത്തെയും കുലത്തെയും അപമാനിച്ച മകനോടുള്ള രോഷവും ഇങ്ങനെയൊരു മകനെ പ്രസവിച്ച റാണിയോടുള്ള അമർഷവും തീർക്കാൻ വേണ്ടി മകന്റെ മുന്നിലേക്ക് റാണിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. നിരമിത്രന്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ മകന്റെ മുന്നിൽ വെച്ച് റാണിയെ ബലാത്കാരമായി ദ്രുപദൻ മോഹിക്കുന്നു. ഒരിക്കലും ഒരച്ഛൻ മകന്റെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെ വെച്ച് ചെയ്യുന്നു. നിരമിത്രനെ പോലെ വായനക്കാരായ നമ്മളും സ്തംഭിച്ചു പോകുന്ന ഒരു ഭാഗമാണിത്. ഈ നോവലിലെ കൃഷ്ണ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ ഓരോ കഥാപാത്രത്തെയും വ്യക്തിത്വവും സ്വത്വവും നൽകി അവതരിപ്പിക്കാൻ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃഷ്ണ എന്നാൽ കറുപ്പ് എന്നർത്ഥം. കറുപ്പിനെ അവഹേളിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ കൃഷ്ണ എന്തുകൊണ്ട് വായിക്കപ്പെടാതെ പോകുന്നത് എന്ന് അതിശയത്തോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയിരുന്നാലും കൃഷ്ണ സ്വന്തം സഹോദരന്റെ നിർബന്ധപ്രകാരം ഭർത്താവിനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അങ്ങനെ അവൾ 5 പേർക്കും ഭാര്യയായി മാറുന്നുണ്ട്. അക്കാലത്ത് സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്ന് ഈ നോവൽ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിലൂടെ കാണിച്ചു തരുന്നു. എല്ലാ മനുഷ്യരുടെയും ഭയത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യാശയാണ് ആത്രേയകം എന്ന സാങ്കല്പിക ഭൂമിക. പാഞ്ചാലത്തിന്റെ ഒരു ഭാഗമാണ് ആത്രേയകം. 3 രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്ന ആത്രേയകം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ്. ഏത് മുറിവിനും നൊമ്പരത്തിനും ആത്രേയകത്തിൽ മരുന്ന് ലഭ്യമാണ്. ഇള, ചൂണ്ടകൻ, ദതൻ, ബലൻ തുടങ്ങിയവരാണ് ആത്രേയകത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. ഏതുയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ടെന്നും ഏത് സന്തോഷത്തിനൊടുവിൽ ദുഃഖമുണ്ടെന്നും ഏത് വിജയത്തിനു പിന്നിലും ഒരു പരാജയമുണ്ടെന്നും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഭയത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയല്ല, മറിച്ച് ഭയത്തെ എങ്ങനെ നേരിടണം എന്ന ഒരു വ്യാഖ്യാനത്തിലാണ് ഈ നോവലിന്റെ അവസാനം എത്തിച്ചേരുന്നത്. അധികാര ഭ്രാന്തിന്റെ പേരിൽ ചവിട്ടിയരക്കപ്പെടുന്ന സാധാരണക്കാർ അവരുടെ ആഗ്രഹങ്ങൾ ബലികഴിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളാകുന്നു. അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ആണത്വം അല്ലെങ്കിൽ സ്ത്രീത്വം അത് അനുഭവിക്കുന്നവർക്ക് ബാധ്യത തന്നെയാണ്. ദശാർണത്തിൽ നിന്ന് യുദ്ധഭീഷണി വരുമ്പോൾ തന്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിരമിത്രൻ ഏറ്റെടുക്കുന്നുണ്ട്. നിരമിത്രൻ ആത്രേയകത്തിൽ എത്തുമ്പോഴാണ് കഥ കൂടുതൽ വികസിക്കുന്നത്. യുദ്ധം ഒരിക്കലും ഒന്നും നേടിത്തരുന്നില്ല. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ അതിന് പറയാനുള്ളൂ. സ്ത്രീകളാണ് കൂടുതൽ അനുഭവിക്കുന്നത്. ഇള, ചിത്രാംഗത, ബലൻ, ഗതൻ തുടങ്ങിയ ചെറിയ കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷവും നിസ്സഹായതയും വളരെ മനോഹരമായിട്ട് ടീച്ചർ ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാഭാരതം എന്ന കഥയെ അതുപോലെ എടുത്തു പറയുകയല്ല, മറിച്ച് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ കഥയെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട്
വാക്കുകൾ ടീച്ചർ എഴുതി ചേർത്തിട്ടുണ്ട്. നാളത്തെ സുപ്രഭാതം പോലും ഒരു അത്യാഗ്രഹമായി പോകുന്നു എന്ന വിശാഖയുടെ ആശങ്ക. ഫലത്തെയും ബുദ്ധിയെയും തോൽപ്പിക്കാം, പക്ഷേ വാത്സല്യത്തെ തോൽപ്പിക്കാൻ പ്രയാസമാണ് തുടങ്ങിയ വാക്കുകൾ ഈ കഥ അല്ലെങ്കിൽ ഈ നോവലിനെ വായനക്കാരുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്രേയം വായിച്ചു തുടങ്ങിയപ്പോൾ ആത്രേയം എന്താണ് എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആത്രേയം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇല, സൂതകൻ, ആത്രേയത്തിലെ ഔഷധ സസ്യങ്ങളെല്ലാം എനിക്ക് പരിചിതമായി കഴിഞ്ഞു. ഇങ്ങനെയൊരു കഥ വായനക്കാർക്ക് സമ്മാനിച്ച രാജശ്രീ ടീച്ചർക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു.